നമസ്കാരം. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം ദിനം പ്രതി പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ ലോകം വീണ്ടും ഒരു വലിയ യുദ്ധഭീഷണിയുടെ മുന്നിലാണെന്ന ആശങ്ക ശക്തമാവുകയാണ്. കടലിടുക്കുകൾ അടഞ്ഞു, യുദ്ധവിമാനങ്ങൾ സജീവമായി, ചർച്ചകൾ നടക്കുന്നു. എന്നാൽ സമാധാനം ഇപ്പോഴും ദൂരെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നമല്ലാതെ ആഗോള പ്രതിസന്ധിയായി മാറുന്നുവെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടലായി മാത്രമല്ല ആഗോള സാമ്പത്തികത്തെയും രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. പ്രധാനമായും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗമായ ഹോർമൂസ് കടലിടുക്ക് ഈ സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇറാനും അമേരിക്കയും പരസ്പരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഈ കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം തകരാറിലായിരിക്കുകയാണ്. ഇതോടെ ആഗോള എണ്ണവില കുത്തനെ ഉയർന്നു. ഇതോടൊപ്പം ഇറാൻ കടലിടുക്കിൽ കപ്പലുകൾ പിടിച്ചെടുത്ത സംഭവങ്ങൾ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്തു. അമേരിക്കയും ഇസ്രയേലും സൈനിക സമ്മർദ്ദം തുടരുമ്പോൾ ഇറാൻ തുറന്നു പറയുന്നത് സീസ് ഫയർ ലംഘനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങുക അസാധ്യമാണ് എന്ന് തന്നെയാണ്. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. സംഘർഷം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പ്. അതിനിടെ മൂന്നാമതൊരു അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. അതിനിടെ ഇസ്രായേൽ ലെബനൻ പ്രതിനിധികൾ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ബഹുമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. ചരിത്ര നിമിഷത്തിന് നേതൃത്വം നൽകിയതിന് ഇസ്രായേൽ ലെബനീസ് പ്രതിനിധികൾ ട്രംപിനോട് നന്ദി പറഞ്ഞതായി വൈറ്റ് ഹൌസും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇറാനെതിരായ യുദ്ധം പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. ഇറാനെ ശിലായുഗത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അമേരിക്കയിൽ നിന്ന് പച്ചക്കൊടി കാണിക്കാൻ ഇസ്രായേൽ കാത്തിരിക്കുകയാണ് എന്നും കാറ്റ്സ് പറഞ്ഞു വെച്ചു. പ്രതിരോധിക്കാനും ആക്രമിക്കാനും ഇസ്രായേൽ തയ്യാറാണെന്നും ലക്ഷ്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇസ്രായേൽ കാറ്റ്സ് കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ നിന്ന് പച്ചക്കൊടി കാണിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഖമേനി രാജവംശത്തെ ഉന്മൂലനം ചെയ്യുക, പ്രധാന ഊർജ്ജ വൈദ്യുത നിലയങ്ങൾ തകർത്തും ദേശീയ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചുമാറ്റിയും ഇറാനെ ഇരുണ്ട യുഗത്തിലേക്കും ശിലായുഗത്തിലേക്കും ഞങ്ങൾ തിരികെ കൊണ്ടുവരുമെന്നാണ് വീഡിയോ സന്ദേശത്തിൽ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് ചർച്ചകൾക്കായി ശ്രമിക്കുമ്പോഴും മറുവശത്ത് സൈനിക നീക്കങ്ങൾ തുടരുന്നു എന്നതാണ് സ്ഥിതി. ഇസ്രായേലിനും ലെബനനും ഇടയിൽ സീസ് ഫയർ നീട്ടിയെങ്കിലും ഇറാനുമായുള്ള പ്രശ്നം ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുകയാണ്. ഇത് സംഘർഷം പടരുന്നതിന്റെ സൂചനയാണ് എന്നാണ് വിലയിരുത്തലുകളെല്ലാം പുറത്തുവരുന്നത്. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം സാമ്പത്തിക രംഗത്താണ് കാണുന്നത്. എണ്ണവില ഉയരുന്നത് മാത്രമല്ല, വിതരണ ശൃംഖലകൾ തകരാറിലാവുകയും വിലക്കയറ്റം വർദ്ധിക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല, ലോകത്തെ ഓരോ രാജ്യത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് വ്യാപിക്കുകയാണ്. ഇതിനോടൊപ്പം സൈനിക രംഗത്തും അനിശ്ചിതത്വം തുടരുകയാണ്. ഇസ്രയേൽ വീണ്ടും വലിയ ആക്രമണങ്ങൾക്ക് തയ്യാറായി നിൽക്കുകയാണെന്നും അമേരിക്കയുടെ അനുമതി കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് സംഘർഷം ഏത് നിമിഷവും വീണ്ടും രൂക്ഷമാകാമെന്ന ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി ഒരു നിശബ്ദ യുദ്ധം പോലെയാണ് മുന്നോട്ട് പോകുന്നത്. പുറത്ത് സീസ് ഫയർ, അകത്ത് തുടർച്ചയായ സൈനിക നീക്കങ്ങൾ, കൂടെ രാഷ്ട്രീയ ചർച്ചകൾ, ഇവയെല്ലാം ഒരുമിച്ച് നടക്കുന്ന അവസ്ഥയാണ്. സമാധാനത്തിനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും യുദ്ധം അവസാനിച്ചതായി പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ലോകം. സമാധാനം ഉറപ്പാക്കുമോ അല്ലെങ്കിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കുമോ എന്നത് അടുത്ത ദിവസങ്ങളാണ് തീരുമാനിക്കുക.